വൈകുന്നേരം കുട്ടിപ്പട്ടാളവും ഒന്നിച്ച് നാട് ചുറ്റാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇവരെങ്ങനെ ഓടിച്ചാടി നടക്കുന്നത് കാണുമ്പോൾ എനിക്കെൻ്റെ ബാല്യകാലമാണ് ഓർമ്മയിൽ വരുന്നത്. ഒരു ടെൻഷനോ വെറുപ്പോ അസൂയയോ ഒന്നുമില്ലാതെ എത്ര നിഷ്കളങ്കമായിട്ടാണ് കളിച്ചുല്ലസിക്കുന്നത്. ഇങ്ങനെ ചാടിത്തുള്ളി പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലുമായി കാണുന്നത് അതിമനോഹരമായ വലിയൊരു കാവിൻ്റെ ഭാഗങ്ങളാണ്. നിറയെ വള്ളിപ്പടർപ്പുകളും കണ്ടിട്ടും കേട്ടിട്ടും പോലുമില്ലാത്ത വടവൃക്ഷങ്ങളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നയന മനോഹരമായ കാഴ്ചകൾ. ചൂടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് ഇവിടേക്ക് കടന്നു വന്നപ്പോൾ വല്ലാത്തൊരു കുളിർമ തോന്നി. ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതിപുരാതനമായ ഒരു തറവാടിൻ്റെ ഉമ്മരത്താണ്. പൂർണ്ണമായും വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു യമണ്ടൻ മാളിക. എനിക്കിവിടെ നന്നേ ബോധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു ഹൊറർ ത്രില്ലർ സിനിമാ ലൊക്കേഷനിൽ വന്നൊരു ഫീൽ. അങ്ങനൊരു പ്ലാൻ ഉള്ളവർക്ക് ഇവിടെ നല്ലൊരു സജഷനാണ് കേട്ടോ. വീട് പൂട്ടിയിട്ടിരിക്കുന്നതിനാൽ ഉൾക്കാഴ്ചകൾ കാണുവാൻ കഴിഞ്ഞില്ല എന്നൊരു സങ്കടമുണ്ട്. എങ്കിലും ആ സങ്കടം അങ്ങോട്ട് തീർക്കാൻ ഉമ്മറത്ത് നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോ അങ്ങ് കാച്ചി. ഇവിടുത്തെ എടുത്തു പറയാവുന്ന പ്രത്യേകത പുരയിടത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാടമാണ്. കാറ്റിൽ ആടി ഒലിയുന്ന നെൽച്ചെടികൾ. അവയുടെ പച്ചപ്പ് മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവിടെ എവിടെയായി പൊന്നിൻ നിറം ദൃശ്യമാകുന്നുണ്ട്. അതെ, നെൽക്കതിർ വിളഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കുറച്ച് നാൾ മുൻപേ വരേണ്ടതായിരുന്നു എൻ്റെ മനസ്സു പറഞ്ഞു. എങ്കിലും മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി. പച്ചപ്പും പിന്നീട് വരുന്ന പൊന്നിൻ നിറവും വിളവെടുപ്പുമെല്ലാം നാം ജീവിതത്തിൽ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടത് തന്നെയാണല്ലോ. ഈ സായാഹ്നം ഇത്രയും ഗ്രഹാതുരത്വം തുളുമ്പുന്ന കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞതിൽ എൻ്റെ കുട്ടിപ്പട്ടാളത്തോട് ഞാൻ കൃതാർത്ഥയാണ്. ഇങ്ങനൊരിടത്തെക്കുറിച്ച് വിവരണം തന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതും ഇവർ തന്നെയാണല്ലോ. ഇന്ന് കുട്ടികൾ ഫ്ലാറ്റിലും അടച്ചിട്ട ഗേറ്റിനുള്ളിലും അവരുടെ ബാല്യം ജീവിച്ചു തീർക്കുമ്പോൾ എൻ്റെ മക്കൾ പ്രകൃതിയോടിണങ്ങി കളിച്ചും ചിരിച്ചും വളരുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നും ടെൻഷനും ഡിപ്രഷനും നിറഞ്ഞു നിൽക്കുന്ന ഓഫീസ് മൂലകളിലെ ഫയലുകളിൽ നിന്നും വിട്ടിറങ്ങി ഒരിക്കലെങ്കിലും ഇതുപോലെയുള്ള ഇടങ്ങൾ സന്ദർശിക്കണം. ഇത്തിരി പോന്ന ഈ ജീവിതത്തിൽ ഇതൊക്കെ മാത്രമേ ഓർത്തിരിക്കൂ.